മറക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രവാസിയായി ഞാൻ കഴിഞ്ഞു. അനവധി കാലം ഏറെ സഹിച്ച് കുടുംബത്തിനായി ഞാൻ കഴിഞ്ഞു. പ്രവാസ ലോകത്തിൽ ഞാൻ കഴിഞ്ഞു. മറക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രവാസിയായി ഞാൻ കഴിഞ്ഞു. അനവധി കാലം ഏറെ സഹിച്ച് കുടുംബത്തിനായി ഞാൻ കഴിഞ്ഞു. പ്രവാസ ലോകത്തിൽ ഞാൻ കഴിഞ്ഞു. ആദ്യത്തെ 2 കൊല്ലക്കാലം കഠിനം അതികഠിനം. റോഡിന്റെ പണിയും പൊള്ളുന്ന ചൂടും പൊടിക്കാറ്റും തണുപ്പും ഞാൻ സഹിച്ച് കുടുംബത്തെയോർത്ത് പിടിച്ചു നിന്ന് കൊല്ലം 2 കഴിഞ്ഞപ്പോൾ അവധിക്ക് വന്ന സമയത്ത് മറ്റൊരു വിഷയും തരപ്പെടുത്തി കുടുംബത്തെയോർത്ത് പോയി ഞാൻ. രണ്ടാം പോക്കിൽ 4 കൊല്ലം ഇത്തിരി സുഖമുള്ള പണി കേട്ടി. പിന്നത്തെ വൈദിക്ക് നാട്ടിൽ വന്നപ്പോൾ ഒലപ്പുര ഞാനോടാക്കി. ഓണില്ലാത്തൊരു കാലത്ത് അന്ന് കത്തിന് മധുരം പലതാണ്. പലവട്ടം ഞാൻ വായിച്ച കത്ത് പിന്നെയും വായിക്കും. വായനക്കിടയിൽ മാതാപിതാക്കളിൽ വാർദ്ധക്യരോഗം അറിയുമ്പോൾ കടമായി കാശുകൾ തിരുമറി ചെയ്ത് പെട്ടെന്ന് കാശ് അയച്ചിടും. ചികിത്സയ്ക്കായി അയച്ചിടും. കെട്ടിയ പെണ്ണിനെ മക്കളെ ഓർത്ത് സന്തോഷ കണ്ണീർ താനെ വരും. കൂടെ പിറപ്പും അയൽവാസികളും അന്വേഷണം കത്തിൽ പതിവാണ്. അന്നത്തെ കാലത്ത് പതിവാണ്. വായനക്കിടയിൽ നാടൊന്നു കാണാൻ ആശ പെരുത്ത് പതിവാണ്. വായനക്കിടയിൽ നാടൊന്നു കാണാൻ ആശ പെരുത്ത് പതിവാണ്.